ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 വമ്പൻ താരങ്ങൾ പട്ടികയിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് മച്ചാമാരെ. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നോടിയായി ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ജനുവരി 1 മുതൽ തുടങ്ങിയ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുകയാണ്. അതിനാൽ തന്നെ പല വമ്പൻ ക്ലബ്ബുകളും പുതിയ താരങ്ങളെ കൊണ്ടുവരികയും പല മികച്ച താരങ്ങളെയും റിലീസ് ചെയ്യുകയും ഒരു ട്രെൻഡ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട താരം തന്നെയാണ് എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഡ്രിയാൻ ലൂണയ്ക്ക് പകരം ഒരു മിഡ്ഫീൽഡറെയാണ് നോക്കുന്നതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്ന് 3 താരങ്ങൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കറിയാം, ഇന്ത്യൻ യുവ മിഡ്ഫീൽഡറായിട്ടുള്ള ബ്രൈസ് മിറാണ്ട, അതോടൊപ്പം തന്നെ സെൻറ്റർ ബാക്ക് ഹോർമിപ്പാം റോയ്വ, അതോടൊപ്പം തന്നെ സ്ട്രൈക്കർ വിദ്യാസാഗർ സിംഗ് എന്നിവരാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിൽ. നമുക്കറിയാം, IFT ന്യൂസ് മീഡിയം അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പാർട്ട്ണറായിട്ടുള്ള മനോരമ ന്യൂസും വാർത്തകൾ പങ്കുവച്ചിരുന്നു. നമുക്കറിയാം, ബ്രൈസ് മിറാണ്ടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം വളരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഈ ഒരു സീസണിൽ ഇന്ത്യൻ നാഷണലിലേക്കുള്ള വിളി എത്തിയതോടുകൂടി തന്നെ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ അവസരങ്ങൾ കുറയുകയും അദ്ദേഹം തിരിച്ചു വന്നപ്പോഴത്തേക്ക് തന്നെ ആ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് നമുക്കറിയാം ഡെയ്സുഗി സക്ക, അതോടൊപ്പം തന്നെ എഡ്രിയാൻ ലൂണ, അതോടൊപ്പം തന്നെ യുവതാരങ്ങളായ മുഹമ്മദ് ഐമൻ അടക്കമുള്ള മികച്ച താരങ്ങൾ ആ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡിംഗ് പൊസിഷനിലേക്ക് വന്നിരുന്നു. അതിനാൽ തന്നെ ബ്രൈസിനെ സംബന്ധിച്ച അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കുറഞ്ഞു തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങൾ കണ്ടത്. ഇനിയും ഈ ഒരു സീസണിൽ അദ്ദേഹം അരങ്ങേറിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി, ഇനിയും അദ്ദേഹത്തിന് അവസരങ്ങൾ കുറയും. അതിനാൽ തന്നെ ക്ലബ്ബ് വിടുന്നത് തന്നെയായിരിക്കും താരത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് വിദ്യാസാഗർ സിംഗ്. നമുക്കറിയാം, യുവ സ്ട്രൈക്കറായിട്ടുള്ള വിദ്യാസാഗർ സിംഗ് സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ താരം ക്ലബ്ബ് വിട്ട് റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് എഫ്സിയിലേക്ക് പോകുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ദിമിത്രോസ് ഡയമാന്റോക്കോസ് എന്ന കേരളത്തിൻ്റെ വിശ്വസ്തനായ ഗ്രീക്ക് സ്ട്രൈക്കർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് വിദ്യാസാഗർ സിംഗ് കേരള നിരയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ ജനുവരി ട്രാൻസ്ഫർ വേണ്ടി ഓപ്പൺ ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്കറിയാം ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ മികച്ച സ്ട്രൈക്കർമാരെ ക്വാമി പെപ്പറയും ദിമിത്രോസ് ഡയമാന്റോക്കോസും ഉണ്ട്. അതിന് പുറമെ യുവ ഇന്ത്യൻ സ്ട്രൈക്കറായിട്ട് ഇഷാൻ പണ്ഡിത കൂടി ചേർന്നതോടുകൂടി ഓൾറെഡി ടീമിൻ്റെ അറ്റാക്കിംഗ് നിര വളരെ മികച്ചത് തന്നെയാണ്. ആ ഒരു നിരയിലേക്ക് വിദ്യാസാഗർ സിംഗിനെ കൊണ്ട് ഇനി ഇവാൻ വെക്കോമനോവിച്ചിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാസാഗർ സിംഗിനെ സംബന്ധിച്ച് ക്ലബ്ബ് വിടുന്നത് തന്നെയായിരിക്കും താരത്തിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യം. നമുക്കറിയാം, ഒരുപക്ഷെ റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് എഫ്സിയിലേക്ക് അല്ലെങ്കിൽ വേറെ മികച്ച ക്ലബ്ബുകളിലേക്ക് താരം പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു താരമായിട്ടുള്ള ഹോർമിപ്പാം റോയ്വ. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തനായ യുവ സെൻറ്റർ ബാക്ക്. കഴിഞ്ഞ സീസണിലേക്കാളും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു യുവതാരം ഇത്തവണ ഈ സീസണിലും മാർക്കോ ലെസ്കോ അതോടൊപ്പം മിലോസ് ഡെൻസിച്ചൊക്കെ സസ്പെൻഷനിലായിരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ ഡിഫൻസ് കളിച്ച മത്സരങ്ങളിൽ മിന്നും പ്രകടനമായിരുന്നു ഹോർമി കാഴ്ചവെച്ചത്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈ സിറ്റി FC എന്ന കഴിഞ്ഞ സീസണിലായി ISL ഷീൽഡ് വിന്നേഴ്സ് ഇത്തവണ ഹോർമിപ്പാമിനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലുള്ള കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. നമുക്കറിയാം, ഓൾറെഡി നമ്മുടെ ടീമിൽ പ്രീതം കോട്ടാൽ എന്ന എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യൻ സെൻറ്റർ ബാക്ക് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഇന്ത്യൻ ഡിഫൻസ് വരികയാണെങ്കിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും ഹോർമിപ്പാം റോയ്വ. അതിനാൽ തന്നെ ഹോർമി ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന കാര്യത്തിൽ അപ്ഡേറ്റ് ലഭ്യമല്ല. നിലവിൽ സോഷ്യൽ മീഡിയകളിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമിപ്പാം റോയ്വ, ബ്രൈസ് മിറാണ്ട, വിദ്യാസാഗർ സിംഗ് എന്നീ 3 താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പടിയിറങ്ങാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.